ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമുക്കിനി സെക്കൻഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്ന പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എവറിത്തിങ് ദി പർച്ചേസർ ഗെറ്റ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഹിസ് മണി. അതായത് എന്തിനു വേണ്ടിയാണോ മണി ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് പർച്ചേസർ, അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെല്ലാത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എവറിത്തിങ് ദി പർച്ചേസർ ഗെറ്റ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഹിസ് മണി. അവരുടെ മണി എന്തിനാണോ എന്തിനു വേണ്ടിയാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ലെവൽസ് ഓഫ് പ്രൊഡക്റ്റിൽ കോർ പ്രൊഡക്റ്റിൻ്റെ ബേസിക് പ്രൊഡക്റ്റ്, എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ്, ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്, പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ്. കോർ പ്രൊഡക്റ്റ് മേ ബി 2 മാർക്സിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് അല്ല, ഓഫ് കോഴ്സ് വരും. കോർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ ബെനിഫിറ്റ് ദാറ്റ് പ്രൊഡക്റ്റ് ഡെലിവർ. അതായത് ഒരു ഫണ്ടമെൻ്റൽ, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഡെലിവറി ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുക? കോർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോർ ബെനിഫിറ്റ്. പിന്നെ ബേസിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ആക്ച്വൽ പ്രൊഡക്റ്റ് എ കൺസ്യൂമർ ഈസ് ബൈങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ജെനറിക് പ്രൊഡക്റ്റ്. ആക്ച്വൽ പ്രൊഡക്റ്റ് കൺസ്യൂമർ വാങ്ങിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ പ്രൊഡക്റ്റ് എ കൺസ്യൂമർ ഈസ് ബൈങ്. പിന്നെ എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് കണ്ടീഷൻസ് ബയേഴ്സ് നോർമലി എക്സ്പെക്റ്റ് വെൻ ദേ പർച്ചേസ് എ പ്രൊഡക്റ്റ്. എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല. അതായത് ഒരു പേൻ ഇപ്പം നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൂയിങ് ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ലൈക്ക് അവർ ബ്ലൂ, അതായത് നീല കളറുള്ള മഷിയായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന, അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അതിനെയാണ് എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് മീൻസ് വാട്ട് ദ കസ്റ്റമർ ഗെറ്റ് മോർ ദാൻ ഹിസ് എക്സ്പെക്റ്റേഷൻസ് ഇൻ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മളൊരു പേന വാങ്ങിക്കുകയാണ്. ഇപ്പോൾ നീലമഷിയുടെ പേനയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇപ്പം ഉണ്ടോയെന്നല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ബ്ലൂ, റെഡിങ്, ബ്ലാക്ക്, ഗ്രീന്, റെഡ്, അങ്ങനെ എല്ലാ കളറുമുള്ള പേന ഉണ്ടാകും. ഒരു പേനയിൽ തന്നെ അതുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നേക്കാൾ കൂടുതൽ അവർ ആ പ്രൊഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ്. ദിസ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ വിച്ച് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഓൾ ദി പോസിബിൾ ബെനിഫിറ്റ്സ് ദി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ടുഡേ ആൻഡ് ടുമാറോ. അതായത് ഇപ്പോൾ ഇന്നേക്ക് മാത്രമല്ല, കുറേ കാലത്തേക്ക് ബെനിഫിറ്റ്സ് അത് പ്രൊവൈഡ് ചെയ്യും. അതാണ് പൊട്ടൻഷ്യൽ പ്രൊഡക്റ്റ്. നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. എനിക്ക് വലിയ ഓർമ്മയില്ല, ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 5 മാർക്കിന് വരാൻ ഓഫ് കോഴ്സ് സാധ്യതയുള്ള ഐറ്റംസാണ് ഇതൊക്കെ. നമ്മൾ വിചാരിക്കും വരത്തില്ല എന്ന്, പക്ഷേ ഇതൊക്കെ വരും. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാലപരിമിതി എന്നൊക്കെ പറയുന്നത്, അതാണ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദ ഗുഡ്സ് ആർ കൺസ്യൂംഡ് ഫാസ്റ്റ് ആൻഡ് പർച്ചേസ്ഡ് ഫ്രീക്വൻ്റ്ലി. അതായത് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് അത് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ഇല്ലേ, അതായത് വെജിറ്റബിൾസൊക്കെ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ നാളെ വാങ്ങിക്കും. അതാണ് ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദസ് ഗുഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ലോങ് ടൈം. മെഷീൻസൊക്കെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് നമ്മളൊരു മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഇന്നൊന്ന് വാങ്ങിച്ചിട്ട് നാളെ മറ്റൊന്ന് വാങ്ങിക്കാനല്ല നമ്മൾ ആ മെഷീൻ വാങ്ങിക്കുന്നത്. മേ ബി ഒരു 10 വർഷമോ 15 വർഷമോ 20 വർഷമോ അങ്ങനെ കുറേ കാലത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മെഷീന് കുറച്ചധികം എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുന്നത്. അതാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ സർവീസ്. Thus are activities benefits of satisfaction offered for sale. പിന്നെ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ഗുഡ്സ് ആർ ദസ് ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. മേ ബി ചില ആളുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കും, അതിനല്ല ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2 മാർക്സിനും വരാം, അതുപോലെ തന്നെ 5 മാർക്സിനും വരാം. ഫൈനൽ കൺസംഷൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. ബ്രാൻഡ് നെയിം, യൂട്ടിലിറ്റി, അസോസിയേറ്റഡ് സർവീസ്, സിംബോളിസം, കമ്മ്യൂണിക്കേഷൻ പാക്കേജ്, പേഴ്സണൽ കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ
ഫൈനൽ കൺസംഷൻ ഇത് നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയ ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി. ഫൈനൽ കൺസംഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട് അതെന്താണെന്നുള്ളത്. പിന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു പേനയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാതും ഇപ്പോൾ മഷി ഇങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അതിന് ടോപ്പ് ഉണ്ടായിരിക്കും, എല്ലാതും പാക്കേജ് എല്ലാതും ഉണ്ടായിരിക്കുമല്ലോ. അതാണ് എന്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. പിന്നെ ബ്രാൻഡ് നെയിം ഓഫ് കോഴ്സ് അതിലുമ ഒരു ബ്രാൻഡിൻ്റെ നെയിം. ഇപ്പോൾ പിൻ പോയിൻ്റ് പേനയാണെന്നുണ്ടെങ്കിൽ ആ പേനയുടെ പേര് എഴുതിയിട്ടുണ്ടാകും. അതല്ല വേറെ ഏതെങ്കിലും ഒരു പേനയാണെങ്കിൽ അതിന് പേര് എഴുതിയിട്ടുണ്ടാകും. പിന്നെ യൂട്ടിലിറ്റി ഇപ്പോൾ നമ്മൾ അരിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിലാണ് നമ്മൾ വാങ്ങിക്കുക. അല്ലാണ്ട് കുറേ വാങ്ങിക്കില്ല എന്നാൽ കുറച്ച് വാങ്ങിക്കില്ല. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഉണ്ട്, ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റിയിലാണ് നമ്മൾ സാധനം വാങ്ങിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ പാക്കേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പേനയുടെ കേസ് തന്നെ ഇപ്പോൾ പേന അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന ചിപ്സോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഏതാണ് എന്തൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര കാലാവധി വരെ അത് യൂസ് ചെയ്യാം, എന്നാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, എന്നാണ് അത് പാക്കേജ് ഡേറ്റ്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ പാക്കേജ്. പിന്നെ പേഴ്സണൽ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ പേഴ്സണലി അതായത് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കില്ല മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നത്. അതാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് 5 മാർക്സിനോ 10 മാർക്സിനോ വരാൻ സാധ്യതയുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, അൺസൗട്ട് ഗുഡ്സ്. കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതേഴ്സ് ഗുഡ്സ് വെച്ച് കൺസ്യൂമർ യൂഷ്വലി പർച്ചേസ്, അതായത് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മളത് പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഗുഡ്സിനെയാണെന്ന് പറയാം കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയാം. അതിൽ നമ്മൾ ലിറ്റിൽ എഫേർട്സ് എടുത്താൽ മതി. കൺവീനിയൻറ്റ് ലൊക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കടയിൽ പോയിട്ട് നമ്മൾ അമ്മ പറയണ എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു സാധനം വേണമെന്ന് നമ്മൾ പെട്ടെന്നൊരു കട നമ്മുടെ അടുത്ത് തന്നെയുള്ള കടയിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങിക്കും വരും. അത് ചിലപ്പോൾ ഇന്നും പോവും ആ സാധനം വാങ്ങിക്കാൻ, മേ ബി നാളെയും പോവും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റേ ദിവസം പോവും. അതാണ് കൺവീനിയൻസ് ഗുഡ്സ്. പിന്നെ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദസ് ഗുഡ്സ് ആർ വിച്ച് കൺസ്യൂമർ ബൈ ആഫ്റ്റർ കമ്പയറിംഗ് ദി സ്യൂട്ടബിലിറ്റി, ക്വാളിറ്റി, പ്രൈസ് എക്സെട്ര ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്. അതാണ് ഷോപ്പിംഗ് ഗുഡ്സ്. അതായത് നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്രാൻഡ് നോക്കും, പിന്നെ അതിൻ്റെ ക്വാളിറ്റി, പ്രൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ് ഷോപ്പിംഗ് ഗുഡ്സ്. പിന്നെ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുമ്പോൾ thus are goods which have special features and buyers make special efforts to buy them. അതായത് അങ്ങനത്തെ ഐറ്റംസിന് ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ എഫേർട്ട് കൊടുക്കും. അതാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. അതായത് ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുമ്പോൾ ചില മെഷീനറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിക്കുള്ള മെഷീനറി ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളത് മേ ബി അത് വാങ്ങിക്കുന്നത് ചിലപ്പോൾ ദൂരെ കോയമ്പത്തൂരോ അല്ലെങ്കിൽ തമിഴ്നാട് അങ്ങനത്തെ കുറച്ച് ദൂരെയുള്ള, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ടാവും വാങ്ങിക്കുക. അതിനാണെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അൺസൗട്ട് ഗുഡ്സ് ദസ് ആർ ഗുഡ്സ് വിച്ച് ദ കൺസ്യൂമർ ഡസ് നോട്ട് നോ എബൌട്ട് ഓർ ദി കൺസ്യൂമർ നോട്ട് നോർമലി തിങ്ക് ഓഫ് ബൈയിങ്. അതായത് അൺസൗട്ട് ഗുഡ്സിന് എക്സാമ്പിളാണ് ഈ പോളിസിയൊക്കെ തോന്നുന്നുണ്ട്, ഇൻഷുറൻസ് പോളിസിയൊക്കെ ഉണ്ടല്ലോ, നോട്ട് ദ എബൌട്ട് ഓർ ദി കൺസ്യൂമർ ആർ നോട്ട് നോർമലി, അത് വാങ്ങിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒന്നും ആലോചിക്കുന്നത് അങ്ങനെ അതാണ് അൺസൗട്ട് ഗുഡ്സ്. പിന്നെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എഫ് എം സി ജി മേ ബി 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ദിസ് ആർ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദി ഫ്രീക്വൻ്റ്ലി പർച്ചേസ്ഡ്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് നമ്മൾ എന്താണെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്ന അതുപോലെ തന്നെ പെട്ടെന്ന് യൂസ് ചെയ്ത് പോകുന്ന ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അതാണ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതാണ് എഫ് എം സി ജി. മേ ബി എഫ് എം സി ജി എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദസ് ഗുഡ്സ് ആർ മെയിൻ ഫോർ യൂസ് പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഓ ബിസിനസ് പർപ്പസ്. അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് എന്ത് പറയുക ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുക. ഇൻഡസ്ട്രിയൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചാൽ മതി കേട്ടോ, ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രാൻഡിങ് സിംപ്ലി മീൻസ് നെയിമിങ് എ പ്രൊഡക്റ്റ് ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ. ബ്രാൻഡിങ് 2 മാർക്സിന് വരാൻ സാധ്യതയുണ്ട്. ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക് മേ ബി ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രൊഡക്റ്റിന് നെയിം കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുക
പ്രോഡക്റ്റ് ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ, അതിനെയാണ് ബ്രാൻഡിങ് എന്ന് പറയുക. പിന്നെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് ഇറ്റ്സ് നെയിം, ടേം, സിമ്പിൾ, മാർക്കറ്റോ ഡിസൈൻ, കോമ്പിനേഷൻ ഓഫ് വിച്ച് ഇൻറ്റൻറ്റ് ടു ഐഡൻറ്റിഫൈ ഗുഡ്സ് ഓർ സർവീസ് വൺസ് അല്ല. അതൊക്കെ നമ്മൾ ചില പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ ബ്രാൻഡുള്ള ഐറ്റംസ് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കൂലേ, അറിയുന്നുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബ്രാൻഡ് നെയിം ഈസ് ദി പാർട്ട് ഓഫ് ബ്രാൻഡ്. ദേ ക്യാൻ ബി സ്പോക്കൺ, ഇൻക്ലൂഡ് ലെറ്റേഴ്സ്, വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്. ബ്രാൻഡ് മാർക്ക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ബ്രാൻഡ് വിച്ച് ഈസ് അപ്പിയർ ഇൻ ദി ഫോം ഓഫ് സിമ്പിൾസ് ഓർ ഡിസൈൻ. ഓക്കെ. പിന്നെ ട്രേഡ് മാർക്ക്, രജിസ്റ്റേർഡ് ബ്രാൻഡ്സ് ആർ കോൾഡ് ട്രേഡ് മാർക്ക്. ഇറ്റ് ഹാസ് ലീഗൽ വാല്യൂ. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ബ്രാൻഡിനെയാണ് എന്ത് പറയുക, ട്രേഡ് മാർക്ക് എന്ന് പറയാം. എല്ലാ ബ്രാൻഡ്സും ട്രേഡ് മാർക്കല്ല, പക്ഷേ എല്ലാ ട്രേഡ് മാർക്കും എന്താണ്, ബ്രാൻഡ്സാണ്, അങ്ങനെ എന്തോന്നുണ്ട്. അങ്ങനത്തെ ഈ ഒരു ഡിഫറൻസിലുണ്ടത്. ഓക്കെ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് ട്രേഡ് മാർക്ക് പഠിക്കണം. 5 മാർക്സിന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഡിഫറൻസ് ഇതിൽ ഒരുപാടുണ്ട്, അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ 2 or 3 ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ടേം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിക്കാത്തത്. പിന്നെ റീസൺസ്, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേക്സ് പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്. അതായത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധനം ഇപ്പോൾ ചില ഐറ്റംസിനോട് നമുക്ക് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് കൊടുക്കും. ബ്രാൻഡ് ഐറ്റംസാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഡിമാൻഡ്, പിന്നെ പ്രൊഡക്റ്റ് അട്രാക്റ്റീവ് ആവും. ആ പ്രൊഡക്റ്റിൻ്റെ അതോ അവിടെ ഉണ്ടോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ ഇറ്റ് മേക്സ് പ്രൊഡക്റ്റ് പോപ്പുലർ ആവും. അതായത് ആ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണോ, അപ്പോൾ അത് കുറച്ചും കൂടെ പോപ്പുലർ ആവും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈ ദി പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബ്രാൻഡ് ഹെൽപ്പ് ചെയ്യും. ഇതിൽ റീസൺസ്, ഹെൽപ്പ്, ഒബ്ജക്റ്റീവ്സ് എന്ത് വെച്ചാലും ഇതൊക്കെ തന്നെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ക്രിയേറ്റ് കസ്റ്റമർ പ്രിഫറൻസ്, ഇറ്റ് എൻഷ്യൂർ യൂണിഫോമിറ്റി ഓഫ് ക്വാളിറ്റി, ഇറ്റ് എൻഷ്യൂർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബൈസ്. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ്. ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുക, എഴുതുക കേട്ടോ. പിന്നെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡ് ഷുഡ് ബി സിമ്പിൾ ആയിരിക്കും, ഇറ്റ് ഷുഡ് ബി മെമ്മറബിൾ. ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് ചോദിച്ചാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിമ്പിളായിരിക്കണം, അതുപോലെ തന്നെ മെമ്മറബിൾ, ഓർത്ത് വയ്ക്കാൻ കഴിയുന്നതായിരിക്കണം, പിന്നെ അട്രാക്റ്റീവ് ആയിരിക്കണം, ഈസി ടു പ്രൊനൗൺസ്, അതായത് നമ്മൾ പറയാൻ ഈസി ആയിട്ടുള്ള, എല്ലാം വലിയ വലിയ പേരൊന്നും കൊടുക്കരുത്, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാം, അതാണ് പറയുന്നത്. ഔട്ട്ഡേറ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബി ഔട്ട്ഡേറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാലഹരണപ്പെട്ടു പോയതായിരിക്കരുത്. ഇല്ലുസ്ട്രേറ്റീവ് ഷുഡ് ബി സ്യൂട്ടബിൾ ടു ദി പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സജസ്റ്റ് സെയിം പ്രൊഡക്റ്റ് ക്വാളിറ്റിക്ക്. പിന്നെ ടൈപ്സ് ഓഫ് ബ്രാൻഡ് മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുക. ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും വായിച്ചിട്ടുണ്ടാവുന്ന. ഇത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്, എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം ഇതെങ്കിലും. കാരണം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ടെക്സ്റ്റ് അത്യാവശ്യം വലിയൊരു ടെക്സ്റ്റ് തന്നെയാണ്. അതിൽ അത്യാവശ്യം 9 ചാപ്റ്റേഴ്സ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ 5 മൊഡ്യൂളാണ് തോന്നുന്നുണ്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്നൊക്കെ വരാം. അപ്പോൾ മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യണം. കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതെങ്കിലും മിനിമം പഠിക്കണം, അതാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ഇന്നൊക്കെ ബുക്ക് എടുക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് മെയിനായിട്ട് എടുക്കുന്നത്. ഓക്കെ. എല്ലാം പഠിച്ചോട്ടെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എല്ലാം പഠിക്കുന്നതാണ് നല്ലത്. എല്ലാം പഠിച്ചാലേ നമുക്ക് അവിടെ എത്തിയാൽ സ്യൂട്ടബിളായിട്ട് എഴുതാനൊക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കണക്ക് തന്നെയാണ്. എനിവേ, അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് നിങ്ങൾ റീഡ് ഔട്ട് ചെയ്യുക കേട്ടോ. ഇത് അങ്ങനെയൊന്നും എഴുതണ്ട, പക്ഷേ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് പഠിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് ബ്രാൻഡിങ്, ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പഠിക്കണം എന്നുള്ളത്, ഇതാട്ടോ. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കണേ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് തമ്മിലുള്ള ഡിഫറൻസ് മേ ബി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രാൻഡ് ഇക്വിറ്റി 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് സിംപ്ലി റിഫേഴ്സ് ടു വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ്. ഇറ്റ് ഈസ് ദ വാല്യൂ ഇൻഹിറൻറ്റ് ഇൻ എ വെൽ നോൺ ബ്രാൻഡ് നെയിം. അതായത് ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വാല്യൂ ഇൻഹിറൻറ്റ് ഇൻ വെൽ നോൺ ബ്രാൻഡ് നെയിം. അത് പിന്നെ എലമെൻറ്റ്സ് ഓഫ് ബ്രാൻഡ് ഇക്വിറ്റി, ബ്രാൻഡ് അവയർനെസ്, ബ്രാൻഡ് അസോസിയേഷൻ, പെർസീവ്ഡ് വാല്യൂ, ബ്രാൻഡ് ലോയാലിറ്റി. പിന്നെ അഡ്വാൻറ്റേജസ്, ബ്രാൻഡ് ഇക്വിറ്റി മേ ബി 5 മാർക്സിന് വരാം. നമ്മൾ വിചാരിക്കും വരത്തില്ല എന്ന്, പക്ഷേ വരും. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡിഫറൻസിയേഷൻ 2 മാർക്സിന് വരാൻ സാധ്യതയുണ്ട്. മേ ബി അത് 5 മാർക്സിന് തന്നെ വരാം. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻസും ചോദിച്ചിട്ട്. ഓക്കെ. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡിഫറൻസിയേറ്റ് സിംപ്ലി റിഫേഴ്സ് ടു പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിഫറെൻറ്റ് ഫ്രം കോമ്പറ്റേറ്റേഴ്സ് പ്രൊഡക്റ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡിഫറൻസിയേഷൻ.
It helps to attractive customer attraction. It helps in facing competition. To encourage non-price competition. It helps to build a competitive advantage. To help. പഠിക്കാട്ടോ. ഞാനിതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കാൻ സമയമില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് പഠിച്ചാൽ നാളെ രാവിലെ വരെ ടൈം ഉണ്ടല്ലോ. മാക്സിമം ഇന്ന് പഠിക്കാൻ നിങ്ങൾക്ക് നാളെ ഇതിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. ഇന്ന് മാത്രമേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സപ്ലി ഇരുന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് മാക്സിമം ഇന്നത്തെ നൈറ്റ് യൂസ് ചെയ്യുക. നാളെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള ടൈമിൽ നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും നാളെ ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ ഇതിരുന്ന് പഠിക്കാനൊക്കത്തില്ല. ഇതിരുന്ന് പഠിക്കാനൊക്കത്തില്ല ഇന്ന് മാത്രം. അപ്പോൾ മാക്സിമം ഇന്ന് പഠിക്കുക കേട്ടോ. പിന്നെ മെത്തേഡ്സ്, വേസ്, സോഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡിഫറൻസിയേഷൻ. പിന്നെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മേ ബി 2 മാർക്സിന് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ 5 മാർക്സിന് വരാനും സാധ്യതയുണ്ട് കേട്ടോ. അതും അല്ലെങ്കിൽ 10 മാർക്കിന് എനിക്ക് തോന്നണില്ല, അറിയില്ല ഇനി എന്താ പാടും. ദ സ്റ്റേജസ് ത്രൂ പ്രൊഡക്റ്റ് പാസസ് കളക്റ്റീവ്ലി നോൺ ആസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മേ ബി 10 മാർക്കിന് വരാം. ഞാൻ പഠിച്ച ഓർമ്മ എനിക്കുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ കടന്നു പോകുമല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് ആണ് ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. അതായത് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോപ്പിൻ്റെ കേസ്. ഒരു സോപ്പ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പബ്ലിക്കിലോട്ട്. നമ്മൾ ഒരു സോപ്പ് ഇപ്പോൾ ഞാനൊരു സോപ്പ് ഉണ്ടാക്കി അത് വിൽക്കുക, ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് പബ്ലിക്. അപ്പോൾ നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യും, അത് വില കുറയ്ക്കും. അതാണ് ലോ സെയിൽ. അപ്പോൾ ആദ്യം അതിനെന്തായിരിക്കും, വില കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് കിട്ടുന്നത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകും അതിൻ്റെ എൻഡിങ് വരെ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മേ ബി അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും, വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതിനെയാണ് ആ ഒരു പ്രൊഡക്റ്റ്, അല്ലാണ്ട് മെറ്റീരിയൽസിനെ ഒന്നല്ല, പ്രൊഡക്റ്റിനെ. അതായത് ഇപ്പോൾ ഒരു പേനേൻ്റെ കേസ് പറയണമെങ്കിൽ ഒരു പേനേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു പേന ഉണ്ടാക്കി അത് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ലൈഫ് ഓഫ് പ്രൊഡക്റ്റ്. അതാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, കച്ചവടം കുറവായിരിക്കും. അപ്പോൾ ഞാൻ ആ പേന ഇറക്കി ഞാൻ വിൽക്കാൻ സെയിൽസ്മാന് കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും, കച്ചവടം കുറവായിരിക്കും, സെയിൽ അവിടെ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷേ ഹൈ കോസ്റ്റ് ആയിരിക്കും, കാരണം ഞാൻ ആ പേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇതാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായിരിക്കും, ഹൈ കോസ്റ്റ് ആയിരിക്കും. പിന്നെ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ്. അതായത് ഞാനിപ്പോൾ ആ പേന എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേ ബി ചില പ്രൊമോഷൻസ് ഒക്കെ നടത്തിയെന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റർ ഇറക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടപ്പോൾ പ്രൊമോഷണൽ എക്സ്പെൻസും കോസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ ഹൈ പ്രൈസും ആയിരിക്കും. പിന്നെ ലെസ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം എന്താ, ഇന്ത്യ സാധനത്തിന് അത്ര വലിയതൊന്നുമില്ല, അങ്ങനെ ആരും അത്ര മൈൻഡൊന്നും ചെയ്യുന്നില്ല. അതാണ് ഹൈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്രോത്തിൻ്റെ കേസിൽ സെയിൽസ് ഇങ്ങനെ മെല്ലെ കൂടിക്കൂടി ഇങ്ങനെ, കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർക്ക് ഓക്കെ ഇത് പേന കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്യും, സെയിൽസ് കൂടിക്കൂടി വരും. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് പ്രോഫിറ്റും ഉണ്ടായിക്കൊണ്ട് വരും. അപ്പോൾ ലോവർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചിലവിനെയാണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുക. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള ചിലവിനെയാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അത് കുറഞ്ഞ് വരും. കാരണം ഞാനിവിടെ ഓൾറെഡി കുറേ ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനോടത്തെ ക്വാളിറ്റി ചിലപ്പോൾ കുറച്ചെന്ന് വരാം. അങ്ങനത്തെ ചെറിയ എന്നെക്കൊണ്ട് പറ്റുന്ന കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാനിങ്ങനെ കുറച്ചെന്ന് വരാം. പിന്നെ അപ്പോൾ എന്താ, ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ കൂടും. കാരണം എന്താ, അത് എൻ്റെ പ്രൊഡക്റ്റ് അവിടെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ കൂടും. പിന്നെ മെച്യൂരിറ്റിയിൽ സെയിൽസ് ഗ്രോ അറ്റ് ഡിമിനിഷിങ് റേറ്റ്. അതായത് സെയിൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രൈസ് ടെൻഡ് ടു ഫോൾ, പ്രൈസും കൂടിയിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ ഇങ്ങനെ നിലനിൽക്കുകയാണ്. പിന്നെ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ സെയിൽസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. പിന്നെ പ്രൈസും അതേപോലെ തന്നെ. പിന്നെ നോ പ്രൊമോഷണൽ എക്സ്പെൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. പ്രൊഡക്ഷൻ ടെക്നോളജി ബിക്കം ഒബ്സൊലേറ്റ്. അതായത് ആ പ്രൊഡക്ഷൻ ടെക്നോളജി ഉണ്ടല്ലോ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ടെക്നോളജി അതും അവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ളത് ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല, ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ഒരു ഓർമ്മയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വേർഷൻ ടെക്സ്റ്റിലുണ്ട്. ടെക്സ്റ്റുള്ളവർ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വായിച്ച് വയ്ക്കുക, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണത്.
പിന്നെ യൂട്ടിലിറ്റി ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ന്യൂ പ്രൊഡക്റ്റ്, ഹെൽപ്സ് ഇൻ സെറ്റിംഗ് പ്രൈസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ സെയിൽസ് പ്രൊമോഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈനിങ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് PLC. അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പഠിക്കുക. പിന്നെ ഇതെനിക്ക് അത്ര എന്താണാവും. പിന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജസും 10 മാർക്കിന് വരെ വരാൻ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ഓർമ്മയിൽ 5 മാർക്സിന് വന്നിരുന്നെന്ന് തോന്നുന്നു. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു പ്രൊഡക്റ്റ് പ്ലാനിങ്. അതായത് ഡെവലപ്പ് ചെയ്യുക, കൊമേഴ്സ്യലൈസ് ചെയ്യുക ഒരു ന്യൂ പ്രൊഡക്റ്റിനെ ഒരു പ്രൊഡക്റ്റ് പ്ലാനിങ് വെച്ചിട്ട്. അതിനെയാണ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റേജസ് ഐഡിയ ജനറേറ്റ് ചെയ്യുക. പിന്നെ ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അത് ജനറേറ്റ് ചെയ്യും. എന്ത് ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാതും കൂടെ ഇവിടെ ചെയ്യാം, അല്ലെ അവിടെ ചെയ്യാം, അങ്ങനെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാം, അങ്ങനത്തെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യും. പിന്നെ ഐഡിയ സ്ക്രീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുക, പലതരത്തിലുള്ള ഐഡിയാസിനെ എലിമിനേറ്റ് ചെയ്യുക. ഒരുപാട് നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള തോന്നുന്ന ഐഡിയാസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതിനെയാണ് ഐഡിയ സ്ക്രീനിങ് എന്ന് പറയുന്നത്. പിന്നെ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിങ്. കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയ ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു പേനയുടെ കേസാണെങ്കിൽ നമ്മളൊരു പേന ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് ഒന്നല്ലെങ്കിൽ കുറച്ചധികം പേന ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്കത് സെയിൽ ചെയ്ത് നോക്കുക. ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബിസിനസ് അനാലിസിസ്. എന്നിട്ട് ബിസിനസ് അതായത് ഓക്കെ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ജനറേഷനിലുള്ള പിള്ളേരാണത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ജനറേഷനിലുള്ള ആളുകളാണത് യൂസ് ചെയ്യുന്നത്. അതാണ് ബിസിനസ് അനാലിസിസ്. അതായത് ആ ഒരു ബിസിനസ്സിനൊന്ന് അനലൈസ് ചെയ്യുക. പിന്നെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ അവരത് അക്സെപ്റ്റ് ചെയ്തല്ലോ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് വേണ്ട, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ മാർക്കറ്റ് ടെസ്റ്റിങ്, മാർക്കറ്റിൽ അത് ടെസ്റ്റ് ചെയ്യുക. പിന്നെ പ്രൊഡക്റ്റ് ലോഞ്ച്, നമുക്കത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം. പിന്നെ പാക്കേജിങ് 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്, മേ ബി 5 മാർക്സിന് വരാം. പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ഓഫ് റാപ്പിംഗ് ഓർ എൻക്ലോസിങ് എ പ്രൊഡക്റ്റ് ഇൻ കണ്ടെയ്നർ ടു ഫെസിലിറ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ഓർ സെയിൽസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പ്രൊഡക്റ്റിനെ റാപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ റാപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങനെ മൂടിക്കെട്ടുക അങ്ങനെയൊക്കെ പറയും. നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്, ഒരു ആക്ടിവിറ്റീനെയാണ് എന്താ പറയുക പാക്കേജിംഗ് എന്ന് പറയുക. ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ് പ്രൊട്ടക്റ്റ് ചെയ്യും, പ്രൊമോഷൻ. ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റ്. അതായത് ഇപ്പോൾ ചിപ്സിൻ്റെ അതായത് ഇപ്പോൾ നമ്മുടെ ലേസ് ഉണ്ടല്ലോ, ലേസിൻ്റെ കേസിൽ ഓഫ് കോഴ്സ് പാക്കേജിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ ആ ചിപ്സിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പാക്കേജ്. അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കമ്പനീനെ. ലേസ് ഇപ്പോൾ ബിങ്കോ അങ്ങനെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പയറി ഡേറ്റും അല്ലെങ്കിൽ പാക്കിംഗ് ഡേറ്റും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അവരുടെ സകല കാര്യങ്ങളും കൊടുത്തിട്ട് ഓഫ് കോഴ്സ് ആ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം പാക്കേജ് ഒക്കെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവാണ്. പിന്നെ ഇൻഫോർമേഷൻസ് ഞാൻ പറഞ്ഞ ഇൻഫോർമേഷൻസ് അതിൻ്റെ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ളതായാലും, അതുപോലെ തന്നെ കമ്പനി ഏതാ, പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ, അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബ്രാൻഡിങ് പറഞ്ഞു. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കേജിങ് ഹെൽപ്ഫുള്ളാണ്. പിന്നെ കാരണം അപ്പോൾ അച്ചാറിൻ്റെ പാക്കറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള അച്ചാറുണ്ടല്ലോ, മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ, അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാക്കേജിൽ ഓഫ് കോഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും മാങ്ങ അച്ചാർ അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ. ഓക്കെ. പിന്നെ കൺവീനിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ആയാലും സ്റ്റോർ ചെയ്യാനായാലും സെയിൽ ചെയ്യാനൊക്കെ കൺവീനിയൻ്റ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് പാക്കേജിങ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ തന്നെ എഴുതിയാൽ മതി. പിന്നെ ലാബലിങ്. ലേബൽ ഈസ് ആൻ ഇൻഫോർമേറ്റീവ് ടാഗ് ഓർ സീൽ അറ്റാച്ച്ഡ് ടു പ്രൊഡക്റ്റോ പ്രൊഡക്റ്റ് പാക്കേജ്. ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പാക്കേജിൻ്റെയോ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സീൽ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ഉള്ളൊരു ടാഗ് തന്നെയാണ് അത്. കൈൻഡ്സ് ഓഫ് ലാബിൽ മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ലാബലിങ് എന്താണെന്നും കൈൻഡ്സ് ഓഫ് ലാബിലും ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അഡ്വാൻറ്റേജസ്, ഫങ്ഷൻസ് ഓഫ് പർപ്പസ് ഓഫ് ലാബലിങ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. മേ ബി വരാൻ സാധ്യതയുണ്ട്, എനിക്ക് കണ്ടിട്ട് വരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരോർമ്മ. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒന്ന്
പഠിച്ചു. പിന്നെ വാറൻറ്റിയും അതുപോലെ തന്നെ ഗ്യാരൻറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അഡ്വാൻറ്റേജസ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വാറൻറ്റി ഈസ് എ ടേം ഓഫ് കോൺട്രാക്റ്റ്. ഇത് ഒന്നാമതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഇൻറ്റേർണലും സെക്കൻഡ് ഇൻറ്റേർണലും ഉണ്ട്. പിന്നെ മറ്റേ എക്സാം. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ എവിടെയാണ് വന്നതെന്നുള്ളതില്ല. അതാട്ടോ വന്നിട്ടുണ്ടാകും എന്ന് പറയുന്നത്. വന്നിട്ടുണ്ടാകും. ഓക്കെ. വാറൻറ്റി ഈസ് ദി ടേം കോൺട്രാക്റ്റ് ബ്രീച്ച് ഓഫ് വിച്ച് ഗിവ്സ് റൈസ് ടു എ ക്ലെയിം ടു ഡാമേജ് ബട്ട് നോട്ട് റീപ്യൂഡിയേഷൻ ഓഫ് ദി ഹോൾ കോൺട്രാക്റ്റ്. ടൈപ്സ് ഓഫ് വാറൻറ്റി, ഗ്യാരൻറ്റി. വാറൻറ്റി എന്ന് പറയുമ്പോൾ അതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഡാമേജ് വന്നാൽ അത് നഷ്ടം നികത്തി കൊടുക്കുക അതാണ് വാറൻറ്റി. ഗ്യാരൻറ്റി ടൈപ്സ് ഓഫ് വാറൻറ്റി എക്സ്പ്രസ് വാറൻറ്റി ഉണ്ട്, ഇംപ്ലൈഡ് വാറൻറ്റി ഉണ്ട്. പഠിക്കുക. ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ ഗ്യാരൻറ്റി ഈസ് ആൻ അഷ്വറൻസ് ബൈ മാനുഫാക്ചർ ദാറ്റ് എ സെർട്ടൻ പ്രൊഡക്റ്റ് ഈസ് ഹൈ ക്വാളിറ്റി. വാറൻറ്റിയും ഗ്യാരൻറ്റി എന്താണെന്ന് മേ ബി 2 മാർക്സിന് ചോദിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസും ചോദിക്കാം കേട്ടോ. 5 മാർക്സിന് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ പ്രൈസ് ടു ക്യാപ്ചർ വാല്യൂ. പ്രൈസ് ഈസ് ദി എമൗണ്ട് പെയ്ഡ് ബൈ ദി ബയർ ടു സെല്ലർ ഫോർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ബയ്യർ സെല്ലർക്ക് പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്ന് പറയുക പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ടേംസ് ഓഫ് മണി. സ്റ്റെപ്സ് ഇൻ പ്രൈസിങ് ഡിസിഷൻ, സ്റ്റഡിങ് ടാർഗറ്റ് മാർക്കറ്റ്, സെലക്ടിങ് ദി പ്രൈസ് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ. എനിക്ക് തോന്നുന്നില്ല വരുന്ന ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാം. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിങ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്, മെയിൻറ്റെയിൻ മാർക്കറ്റ് ഷെയർ. മേ ബി ഒബ്ജക്റ്റീവ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയേ. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ. ഇപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പഠിക്കുന്നത് നല്ലതാകുമായിരിക്കുന്നു വിശ്വസിക്കാം, അറിയില്ല. പിന്നെ പ്രൈസിങ് പോളിസി ഈസ് ദ പോളിസി അഡോപ്റ്റഡ് ടു ഡിറ്റർമൈൻ ദി പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീനെയാണ് എന്ന് പറയുന്നത് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് പോളിസി ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുക. എനിക്കറിയില്ല വരുമോ എന്നുള്ളത്. മേ ബി വരുമായിരിക്കും. നമ്മൾ എന്ത് വരില്ല എന്ന് വിചാരിക്കുന്നതാണ് വരുന്നത്. ഓക്കെ. ഇതിൽ കുറേ ഉണ്ട് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ. ചിലപ്പോൾ ടാർഗറ്റ് പ്രൈസിങ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. വരില്ല എന്നൊന്നും പറഞ്ഞില്ല. മേ ബി ബ്രേക്ക് ഈവൻ പ്രൈസിങ്, വെറൈറ്റീസ് ഫോം ഓഫ് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്. അണ്ടർ ദിസ് മെത്തേഡ് ഫേം ഡിറ്റർമൈൻസ് ദി പ്രൈസ് അറ്റ് വിച്ച് വിൽ ബ്രേക്ക്. വരാൻ സാധ്യതയുണ്ട് കേട്ടോ ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്കിമ്മിങ് പ്രൈസിങ്, പെനിട്രേഷൻ, ഇത് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തെന്ന് പറയുക, മെത്തേഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. അതായത് ഒരു ന്യൂ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന നമുക്ക് സ്ട്രാറ്റജി അല്ലെങ്കിൽ മെത്തേഡ്സ്. സ്കിമ്മിങ് പ്രൈസിങ് പോളിസി, പെനിട്രേഷൻ പ്രൈസിങ് എഴുതിയൊരു ഓർമ്മ. പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജീസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ ഫോർമുലേറ്റഡ് ഇൻ ഓർഡർ ടു മീറ്റ് ചലഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പെർട്ടിക്കുലർലി ഫ്രം ദി പോളിസീസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഐ ഡോണ്ട് നോ. മേ ബി ഇതൊക്കെ വരാം. കാരണം ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ സ്ക്രീൻഷോട്ട് ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വായിച്ച് പോവുക കേട്ടോ. പിന്നെ ഇതിൽ ഇനിയിപ്പോൾ പ്രൈസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് അതൊന്നും എനിക്കറിയില്ല, വായിച്ചൊരോർമ്മയില്ല. അപ്പോൾ ഇത്രയും ഞാനിതിൽ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കെന്തോ അറിയാത്തൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അറിയുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുക. എന്നിട്ട് ഏതെങ്കിലും പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. വീഡിയോ ലെങ്തായി 30 മിനിറ്റ്സ് എന്തോ ആയി. ഓക്കെ, ബൈ.